കോഴിക്കോട് ബാലുശ്ശേരിയിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. മഞ്ഞപ്പാലത്ത് വെച്ചാണ് ഇവരെ ബാലുശ്ശേരി പോലീസ് പിടികൂടിയത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ പരിശോധനകൾ തുടരുകയാണ് എന്നും ബാലുശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാനോട് ചോദിക്കാം വിവരങ്ങൾ. ഷഹദ, എത്ര അളവിലുള്ള രാസലഹരി, മാരക രാസലഹരി ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്? ആരൊക്കെയാണ് ഇപ്പോൾ പിടിയിലായത്? ഷിയാസ്, അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് കാരന്തൂർ പരപ്പാനൽ മുഹമ്മദ് റാഫി 36 വയസ്സാണ്. അതുപോലെ തന്നെ ഉണ്ണികുളം ഇരുമ്പോട്ട് പൊയിൽ നൌഫിക് അസ്ലം 36 വയസ്സാണ്. ഇവരെ രണ്ടുപേരെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കാറിൽ കടത്തുകയായിരുന്ന MDMA ആണ് ഇവരിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് ഈ കാറിൽ നിന്നും ഈ MDMA കണ്ടെടുത്തിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. ബാലുശ്ശേരിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. അതായത് പോലീസിന് ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം 1.5 മാസമായി വ്യാപകമായി കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ MDMA കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ അളവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഇവിടേക്ക് കടത്തുന്ന ആളുകൾ, ഒപ്പം തന്നെ വാങ്ങുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറസ്റ്റും ഉണ്ടാകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അത്തരത്തിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനങ്ങളിൽ നിന്ന്, ഈ രഹസ്യ അറയിൽ നിന്ന് ഇത്തരത്തിൽ MDMA പിടികൂടിയിട്ടുള്ളത്. പരിശോധന ഇവിടെ കൊണ്ട് തീരുന്നില്ല. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ഒപ്പം തന്നെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ള ഈ 2 പേർ, അവരെ വിശദമായി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർ ആർക്കാണ് ഇത് വിൽക്കുന്നത്, ഇവരിൽ നിന്ന് ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പരിശോധന തന്നെ ആവശ്യമുണ്ട്. കാരണം ഇതിപ്പോൾ അവധിക്കാലമാണ്. യുവാക്കളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ രാസലഹരി കടത്ത് മലബാർ മേഖലയിൽ നടക്കുന്നത്. പോലീസിന്റെ കർശനമായ പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.